ഹായ്. കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തായിരുന്നു, വെള്ളത്തിൽ ഏതെല്ലാം വിധത്തിൽ ചെടികൾ വളർത്താം എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ അതിൻ്റെ തുടർ വീഡിയോ ആണ്. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോകൾ കാണാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കിടക്കാം. ഇത് അഗ്ലോണിമാണ്. അഗ്ലോണിമ നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇത് ഞാൻ ഓൾറെഡി ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ വെള്ളത്തിൽ. അഗ്ലോണിമയുടെ ലിഫ്റ്റിക് പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചോ ഇല്ല എന്നുള്ളൊരു സംശയമുണ്ട്. അത് കാണിച്ചു തരാം. ഇത് അഗ്ലോണിമയുടെ ലിഫ്റ്റിക് പ്ലാന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സീബ്ര വെള്ളത്തിൽ വേര് വന്നു തുടങ്ങുന്നുണ്ട്. വെള്ളത്തിൽ വെച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമേ ഉള്ളൂ. നന്നായിട്ട് വെള്ളത്തിൽ വളരുന്ന ചെടിയാണ്. അത് നിങ്ങൾ വെള്ളത്തിൽ വെക്കുമ്പോൾ എപ്പോഴും ചെറിയ ഇത് വെക്കാവുള്ളൂ. അത് ഇങ്ങനെ വലുതാകുന്നതനുസരിച്ച് നമ്മൾ പോട്ട് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇത് ബാൾസം ചെടിയാണ്. ഇതും നന്നായിട്ട് വേര് പിടിച്ചിരിക്കുന്നതാണ്. പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചെടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പെന്നിവർട്ട് കാണിച്ചായിരുന്നു. അത് ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിൽ ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് വെള്ളത്തിൽ വെച്ചിട്ട് വലുതായി. അതിൻ്റെ വേര് പുറത്തേക്ക് വന്നിരിക്കുന്ന കാണാം. അപ്പോൾ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ പെന്നിവർട്ട് എന്ന പേരിലറിയപ്പെടുന്ന ചെടി. അത് കറ്റാർവാഴ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ ചെറുതല്ലായിരുന്നു, ഒരു വലുതായില്ലേ. അപ്പോൾ പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കറ്റാർവാഴ ചീഞ്ഞ് അഴുകി പോവില്ല എന്നൊക്കെ. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് വളർന്നു തന്നെ ഉള്ളൂ. വളർന്നിങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് വളർച്ച കൂടി വരണ്ട്. ഇത് നമ്മുടെ ട്രസീന മാർഗിനിറ്റ എന്ന പേരിലറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ട്രസീനയുടെ മാർഗനിറ്റ എന്ന് അറിയപ്പെടുന്ന 2 പ്ലാന്റുകളാണ്, റെഡും ഗ്രീനും. ഇതും വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ചെടിയാണ്. അതുപോലെ തന്നെ ബോഗൻവില്ല വേര് പിടിച്ചിരിക്കുന്നതാണ്. ബോഗൻവില്ലയും വെള്ളത്തിൽ വളർത്തിയിട്ട് നമുക്ക് ഇതുമാതിരി വേര് വന്നതിന് ശേഷം വേണമെങ്കിൽ മണ്ണിലേക്ക് നടാവുന്നതാണ്. ഫ്ലവർ ഉണ്ടാകണമെങ്കിൽ നന്നായി വെയിൽ കിട്ടണം, എന്നാലേ ഫ്ലവർ ഉണ്ടാവുള്ളൂ. ഇതും നന്നായിട്ട് വേര് പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ് വെള്ളത്തിൽ. അതുപോലെ തന്നെ മുല്ല നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. പക്ഷേ ഫ്ലവർ ഉണ്ടാകണമെങ്കിൽ അത്യാവശ്യം വെയിലും എടുത്ത് വെക്കണം. അല്ല ജനലിൻ്റെ ഭാഗത്തൊക്കെ വെക്കുവാണെങ്കിൽ ഫ്ലവർ ഉണ്ടാവും. ബട്ടർഫ്ലൈ പ്ലാന്റ് ഇതും വെള്ളത്തിൽ വളർത്താവുന്ന ചെടിയാണ്. വേര് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ മണ്ണിൽ വെച്ചിരിക്കുന്ന അതിൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇത് മണ്ണിൽ വെച്ചിരിക്കുന്നു. ഈ പ്ലാന്റിന്റെ പേരാണ് പോയിൻസെറ്റിയ എന്നാ പറയും പ്ലാന്റ്. അതായത് ഇത് നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിൽ ഈ ഇല ചുവന്ന ഇലയായിട്ട് വരും, ഫ്ലവർ പോലെ നല്ല കാണപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതും വെള്ളത്തിൽ വളർത്താവുന്ന ചെടിയാണ്. അതുപോലെ ഡിഫൻ ബാച്ചിയ വേര് പിടിച്ച് ഇരിക്കുന്ന കാണാം. ഇതൊക്കെ നമുക്ക് കുറച്ച് സ്ഥലത്ത് തന്നെ നമുക്ക് അകത്ത് എവിടെയെങ്കിലും ഇതുമാതിരി പ്രകാശമുള്ളിടത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. മണ്ണും വേണ്ട, വളവും വേണ്ട, ചെടിച്ചട്ടിയും വേണ്ട. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഇതുമാതിരിയുള്ള ബോട്ടിലുകളൊക്കെ, ഇതിപ്പോൾ റോഡ് സൈഡിൽ നിന്നൊക്കെ പെറുക്കിയെടുക്കുന്ന ബോട്ടിലത്. ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തായിരുന്നു. ഇതിപ്പോൾ 1 വർഷം ഈ പ്ലാന്റ് ഇതിലിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള നൈഫ് കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അല്ലാതെ എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ വെള്ളം ഞാൻ
ചേഞ്ച് ചെയ്യാതെ ഒന്നും മാറ്റാറൊന്നുമില്ല. പക്ഷെ ചെടിക്ക് യാതൊരു കുഴപ്പം വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണം. ഇത് ഇങ്ങനെയുള്ള ബോട്ടിലിൽ ഇത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടിയാണ്. കണ്ടാ കറക്റ്റായിട്ട് ഇരുന്ന് വേര് നമ്മുടെ അടിയിലത്തെ ഭാഗം കുറച്ച് ഭാഗം മാത്രമേ വെള്ളത്തിൽ മുട്ടാവുള്ളൂ. എന്നാലേ പെട്ടെന്ന് വേര് പിടിക്കുള്ളൂ. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇത് ഇതിപ്പോ ഒരു വർഷത്തിൽ കൂടുതലായുണ്ട് ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് വരുന്ന പോലും ഇല്ല. അപ്പൊ അതുപോലെ നൈഫ് കൊണ്ട് കട്ട് ചെയ്തിട്ട് വലിച്ചിട്ടും വരുന്നില്ല. കണ്ടോ അത്രക്കും ടൈറ്റായി നിറയെ വേര് പിടിച്ചിരിക്കും. കണ്ടോ നിറച്ച് ഇത് പിടിച്ചിരിക്കുക പൂപ്പലും. അപ്പൊ ഇത് ഒന്നിലെ നിങ്ങൾക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ വേരൊക്കെ എല്ലാം ഫ്രഷായിട്ട് കഴുകിയിട്ട് നല്ലൊരു ബോട്ടിലേക്ക് ഇറക്കി വെക്കാം. വേര് വേണമെങ്കിൽ കുറച്ചൊക്കെ വെട്ടിക്കളയാൻ കുഴപ്പമില്ല. പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. വേണ്ട ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാം. ഇത്രയുള്ള പണി വേണ്ട. ഇതുപോലൊരു നൈഫ് വേണമെന്ന് മാത്രം. പ്ലാസ്റ്റിക് അല്ല, നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് സിങ്കോണിയാണ്. സിങ്കോണിയം നന്നായിട്ട് വെള്ളത്തിൽ വളരുന്ന ചെടിയാണ്. അടുത്തത് നമ്മുടെ കറിവേപ്പാണ്. കറിവേപ്പ് ഞാൻ ഇതിപ്പോ വെച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. മണ്ണിൽ നിന്ന് പറിച്ചു വെച്ചിരിക്കുന്നതാണത്. ഞാൻ പരീക്ഷിച്ച് നോക്കുന്നതാണ് എത്രത്തോളം നിൽക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറിക്കൊക്കെ പെട്ടെന്ന് അടുക്കളയിലൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകണ്ടല്ലോ, അകത്തുനിന്ന് തന്നെ രണ്ടില പറിച്ച് കറിക്കിടാം. അതിൻ്റെ തന്നെ വേര് പിടിച്ചത് പറഞ്ഞുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നുള്ളത്. ഇത് വേര് പിടിച്ചു വരുന്നുണ്ട്. വേണ്ട വേരാണ് ആ തൂങ്ങി കിടക്കുന്നത്. വേപ്പാണ്, കറിവേപ്പാണ്. പിന്നെ അതുപോലെ CC പ്ലാന്റ് വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. CC പ്ലാന്റ് ഇതിൽ വേര് കാണാം നിങ്ങൾക്ക്. ഇത് ഞാൻ നോക്കിയിട്ട് നമുക്ക് ചെറിയ തൈകളൊക്കെ കിട്ടുവാണെങ്കിൽ വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ വളർത്തിയെടുക്കാം. ഇത് ഇപ്പോൾ ഞാൻ കറക്റ്റ് സൈസ് കുപ്പിയല്ല വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കിടന്ന് ആടാത്ത വിധത്തിൽ വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ വെച്ചിട്ട് 2 ആഴ്ചയായി. ഒരു വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഇല ഈ കൂമ്പല വരുന്നത്. അടുത്തത് കലാത്തിയാണ്. കലാത്തിയ നമുക്ക് വെള്ളത്തിൽ വളർത്താവുന്ന ചെടിയാണ്. അടുത്തത് മുല്ലയാണ്. മുല്ല നമുക്ക് വെള്ളത്തിൽ വേണ്ട നന്നായിട്ട് വേര് പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ് മുല്ല. പക്ഷെ മുല്ലപ്പൂ കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം തന്നെ വേണം. അത് നമ്മൾ ജനലിന്റെ ഭാഗത്ത് എവിടെയും നല്ല വെയിൽ കിട്ടണം. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ജനലിന്റെ നല്ല സൂര്യപ്രകാശമുണ്ട്. അങ്ങനെ ഉണ്ടായ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതാണ് നിങ്ങൾ കാണിച്ചത്. ഇപ്പോൾ വലുതായത് ഫ്ലവറും ഉണ്ടായി. അതുപോലെ തന്നെ 10 മണി ചെടിയിലും ജനലിൽ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടായി വരണേ ഉള്ളൂ, മുട്ടായേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചത് തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. 10 മണി ചെടി നമ്മൾ ഇൻഡോർ വെച്ചാലും പൂക്കളുണ്ടാവും. പക്ഷെ വെയിൽ കിട്ടണമെന്ന് മാത്രം. അപ്പൊ ഇനി കാണിക്കാനുള്ളത് കാണിച്ചില്ലോ എന്നറിയില്ല. നമ്മുടെ സൻസവേര സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയും. ഇതിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. 2 ചെറിയ 2-3 പ്ലാന്റുകളൊക്കെ ഉണ്ടായുള്ളൂ, മുളച്ച് വരുന്നുണ്ടായുള്ളൂ. അപ്പൊ നോക്കിയേ അത് വലുതായി. അപ്പൊ ഞാൻ ഈ രീതി അവലംബിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശമുള്ളിടത്തൊക്കെ ചെറിയ സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ സ്പേസിൽ ചെറിയ പോട്ടിൽ വെക്കുമ്പോൾ ചെടിയുടെ ഇലയൊക്കെ ചുരുണ്ടു പോകും. മണ്ണിൽ ഡെയിലി നനക്കും, എന്നാലും ചുരുണ്ടു പോകും. അങ്ങനെയാണ് ഞാൻ ഈ രീതിയിലേക്ക് മാറാൻ കാര്യം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചെടികൾക്കൊക്കെ ആ ചെറിയ സ്പേസിലിരിക്കുന്ന ചെടികളൊക്കെ വെള്ളത്തിൽ വെക്കുന്നതാണ്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. മറ്റേ ഞാൻ മാസത്തിൽ പോട്ടും മാറ്റും ചെടിയും മാറ്റും, ഇത് തന്നെ പണിയായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ മുറുകൂട്ടി എന്ന് പറയും. അതായത് മുറിവ് ഉണക്കി അങ്ങനെ പല പേരിലൊക്കെ അറിയപ്പെടുന്നതാണ്. ഇതും നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണ്.
അത് പെട്ടെന്ന് നമുക്ക് കയ്യോ കാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടില പിഴിഞ്ഞ് ആ മുറിവുള്ള ഭാഗത്ത് പുരട്ടുവാണെങ്കിൽ അതിൻ്റെ നീരിറ്റിക്കുവാണെങ്കിൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ മുറിവുട്ടി എന്നുള്ള പേര് വരാൻ കാര്യം. മുറിവുണക്കി എന്നുള്ള പേരിലേക്കാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്തത് നമ്മുടെ വെളുത്തുള്ളി ചെടിയാണ്. വെളുത്തുള്ളി ചെടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലക്ക് ഭയങ്കര വെളുത്തുള്ളിയുടെ മണമായിരിക്കും. ഇത് നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ വളർത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ അലോക്കേഷ്യ ഉണ്ട്. അലോക്കേഷ്യ ഞങ്ങൾ കാണിച്ചില്ല. അതായത് ഇതും വെള്ളത്തിൽ നന്നായിട്ട് വളരും. കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചായിരുന്നു ചെടികൾ അഴുകിപ്പോവും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മണ്ണിലേക്ക് മാറ്റണമെന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ കുഴൽക്കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പൈപ്പ് വെള്ളം ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പിടിച്ചു വെച്ചിട്ട് തലേദിവസം പിടിച്ചു വെക്കണ വെള്ളം പിറ്റേന്ന് ഉപയോഗിക്കാം എന്ന് തോന്നണം. അലോക്കേഷ്യയുടെ പ്ലാന്റാണ്. സാറിന് ഇത് മണ്ണിലിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ഈ 3 എണ്ണം കിട്ടാറില്ല. 2 ഇല വന്നു കഴിഞ്ഞാൽ ഒരില ഇതായി പോകും, ചീത്തയായി പോകും. പക്ഷെ എനിക്കിത് വെള്ളത്തിൽ വെച്ചതിന് ശേഷം 3 ഇലയും ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ വെള്ളത്തിൽ വളർത്താവുന്ന ചെടികൾ ഇനിയും ധാരാളമുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ തുടർന്ന് ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ബൈ.